ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെന്നൈ ശരവണ ഭവൻ സ്പെഷ്യലായിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കേസരി റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ റവ കേസരി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പ് അളവിലാണ് നെയ്യ് എടുത്തിട്ടുള്ളത്. നല്ല ശുദ്ധമായ പശുവിൻ നെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ നെയ്യ് ചേർത്തിട്ട് റവ കേസരി തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ സ്പെഷ്യൽ ഫ്ലേവറൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത നെയ്യെല്ലാം ഒന്ന് ഉരുകി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി. അണ്ടിപ്പരിപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈ ഒരളവിൽ ഒരല്പം മാത്രം മുന്തിരിയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ ഈ അണ്ടിപ്പരിപ്പിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടിയാൽ മതിയാവും. അതുപോലെ തന്നെ മുന്തിരി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് മൊരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു കപ്പ് അളവിൽ റവയാണ്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും നമ്മളിതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അളവൊന്നും തെറ്റേണ്ട ആവശ്യമില്ല. ഒരു കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കാര്യങ്ങളാണ് ബാക്കി ചെയ്തു പോകുന്നത്. നമ്മളിപ്പോൾ റവയുടെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളും ഒന്ന് കൂട്ടിയേക്കണം. റവയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം നമ്മളൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ലോ ഫ്ലെയിമും വെക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മുടെ ഈ റവ കേസരി തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ കിട്ടാറില്ല. അതാണ് എൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ തയ്യാറാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് കട്ടയായി പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായി പോകും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റവ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അങ്ങനെയൊക്കെ ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റവ കേസരി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ റവ എല്ലാം അങ്ങനെ തരിതരിയായിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായിട്ടുണ്ടാവില്ല. നല്ലൊരു ടെക്സ്ചറിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ റവ ഒന്ന് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിത് ഈ കപ്പിന് 1 കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് റവയ്ക്ക് ഈ സെയിം കപ്പിൽ തന്നെ 3.25 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ നമ്മൾ വെക്കണം. അതായത് ഏത് ബൗളിലാണോ നമ്മളിപ്പോൾ റവ അളന്നെടുക്കുന്നത് അതേ ബൗളിൽ ഒരു 3.25 കപ്പ് അളവിൽ തന്നെ നമ്മൾ വെള്ളവും കൂടി വെച്ച് കൊടുത്തേക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നല്ലതുപോലെ ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ച് ശേഷം മാത്രമേ നമ്മുടെ റവയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ചൂടാകാത്ത വെള്ളം നമ്മുടെ റവയിലേക്ക് ചേർക്കരുത്. ഈ ഒരു സ്റ്റെപ്പോട് കൂടി തന്നെ നമ്മളൊന്ന് തയ്യാറാക്കി എടുക്കണം. നമ്മളിതാ വെച്ച് കൊടുത്തിട്ടുള്ള വെള്ളമെല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഒരുപാട് സമയത്ത് വെട്ടി തിളപ്പിച്ചിട്ട് വീണ്ടും ആ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട. ഈ സമയം കൊണ്ട് നമ്മുടെ ഈ റവയും നല്ലതുപോലെ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മാത്രം മാറിയാൽ മതി കേട്ടോ. ഒരുപാട് സമയത്ത് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മളിതാ മാറ്റി ഇപ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഈ റവയും. അങ്ങനെ വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. അതെല്ലാം സാധാരണ നമ്മളിപ്പോൾ നോർമൽ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന ഈ റവയെല്ലാം ഒന്ന് തണുത്ത് പോകും. എന്നിട്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല സോഫ്റ്റായി പോകും കേട്ടോ. നമ്മുടെ റവയൊന്നും അങ്ങനെ തരിതരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു ടിപ്പ് മറക്കാതെ ഒന്ന് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഒന്ന് തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ റവയെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ തന്നെ ഒന്ന് വെന്ത് കുറുകി വരുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മളത് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് 30 സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്.
ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ റവയെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ വെന്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഒരുപാട് ഓവറായിട്ട് ഇത് വെന്തിട്ടുണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും നമുക്കിത് കിട്ടേണ്ടത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി. പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതും ആ ഒരു കറക്റ്റ് അളവിനാണ്. നമ്മൾ റവ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1.5 കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് അലിഞ്ഞ് വരും. ഈ കട്ടിയായിട്ടിരിക്കുന്നതെല്ലാം പെട്ടെന്ന് തന്നെ ഇത് ലൂസായി തുടങ്ങും. നമ്മുടെ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി തുടങ്ങി കഴിഞ്ഞാൽ ദാ ഇതുപോലെ നമ്മുടെ റവ എല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ റവ എല്ലാം ഇങ്ങനെ തരിതരിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കാര്യങ്ങളാണ്. ഒരല്പം ഫുഡ് കളറാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് യെല്ലോ ഫുഡ് കളറാണ്. പകരം നമുക്ക് ഓറഞ്ച് എടുക്കാം. നമ്മുടെ ഈ ഫുഡ് കളറും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടിച്ചതും കൂടി. ഈ ഏലക്കാ പൊടിയൊന്നും മിക്സ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. പിന്നെ നമുക്ക് ഫൈനലി ലാസ്റ്റായിട്ട് വേണ്ട കാര്യമാണ് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ടെക്സ്ചർ അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കടായിൽ നിന്ന് ഇങ്ങനെ ബോൾ പോലെ ഇതിങ്ങനെ പിരിഞ്ഞ് വരും. ഈ ഒരു രീതിക്ക് കണ്ട ഇങ്ങനെ വേണം വരാനായിട്ട്. ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ശരവണ ഭവൻ സ്റ്റൈലിലുള്ള റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. നമ്മളിങ്ങനെ ചെന്നൈയിൽ ചെന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉറപ്പായിട്ട് ഇതിനും കിട്ടും. അപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. ട്രൈ ചെയ്തതിന് ശേഷം പ്രധാനമായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കണം. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ഞാൻ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.